ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഹെയറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് സ്പ്ലിറ്റൻസ് ഇല്ലാതെ ഹെയറിലെ ഫ്രിസിനെസ് ഒക്കെ മാറ്റി മുടിനെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വയ്ക്കാനുള്ള ഒരു അടിപൊളി പാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെയർ ഓയിലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡബിൾ ബോയിൽ ചെയ്തിട്ടുള്ള ഓയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അത് വേറൊരു പാത്രത്തിൽ എടുത്ത് ഈ തിളപ്പിച്ച വെള്ളത്തിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ എണ്ണ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത്. ഈ ഡബിൾ ബോയിലിംഗ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഹെയറിന്റെ വേരുകളിലേക്കാണ് അത് കിട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കാൽപ്പിൽ വെറുതെ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യില്ല. കുറച്ച് ചൂടാക്കിയിട്ടുള്ള ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള പോസ് എല്ലാം ഓപ്പൺ ആക്കി അതിനുശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഞാൻ ഹെയറിനെ ഓരോ പാർട്ടീഷൻ ആക്കി എടുത്തിട്ട് ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മുടിയിൽ തേക്കുന്നേക്കാളും സ്കാൽപ്പിലാണ് നമ്മൾ കൂടുതലും ഓയിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇതുപോലെ ഓരോ സൈഡും വകഞ്ഞെടുത്തിട്ട് എല്ലാ ഭാഗത്തും നമ്മൾ ഓയിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഓയിൽ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഹെയർ നന്നായി ഡീടാങ്കിൾ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഇടുമ്പോൾ നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോവും, പൊട്ടി പോവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു പല്ലകന്നിട്ടുള്ള ഒരു കോമ്പ് എടുത്തിട്ട് നന്നായിട്ട് ഡീടാങ്കിൾ ചെയ്തിട്ട് വേണം ഓയിൽ ചെയ്യാനായിട്ട്. ആദ്യം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മുടിയെല്ലാം ഒരു സൈഡിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ പിരിച്ചിട്ടാണ് ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എത്തുക. അല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഇട്ടിട്ട് എണ്ണ തേച്ചുകൊണ്ടേ ഇരിക്കും. ഇതുപോലെ ഇങ്ങനെ പിരിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നിലുള്ള മുടിയിലേക്കൊക്കെ നമുക്ക് ഓയിൽ എത്തിക്കാൻ പറ്റും. അതുപോലെ തുമ്പത്തും നന്നായിട്ട് കൊടുക്കാം. കാരണം തുമ്പത്താണ് നമ്മൾ കൂടുതലും ഹെയർ ഡാമേജ് ആയിട്ടിരിക്കുന്നത്, സ്പ്ലിറ്റൻസ് ഒക്കെ വന്നിട്ടുള്ളത്. അവിടുത്തെ ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയറിൻ്റെ അറ്റത്തും നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ ഞാൻ രണ്ട് സൈഡിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ പിരിച്ച് എണ്ണ തേച്ച് കൊടുക്കാറുണ്ട്. എണ്ണ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസാജിങ് ആണ്. അതിനായി കുറച്ച് എണ്ണ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് തിരുമ്പി നമ്മുടെ കയ്യിന് ഒരു ചെറിയൊരു ചൂട് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹെയർ നന്നായിട്ട് ഇതുപോലെ മസാജ് ചെയ്യുക. അങ്ങനെ പിന്നിൽ താഴേന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ നഖം കൊണ്ടല്ലാതെ നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ആദ്യം 2 ടേബിൾ സ്പൂൺ കേർഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. കേർഡ് നമ്മുടെ ഹെയറിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും ഒന്ന് സോഫ്റ്റ് ആക്കി വെക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കാൽപ്പിനെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ കേർഡ്. നെക്സ്റ്റ് വൺ ഹണിയാണ്. ഹണി നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും സ്മൂത്ത് ആക്കി വെക്കാനും സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ ഹണി യൂസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഫ്രിസി ആയിട്ടുള്ള ഹെയറിനെ പഴയ രീതിയിൽ തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഹണി നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇതെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെ നല്ല ഹെൽത്തി ആക്കിയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ 2 എണ്ണമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ ഓരോരുത്തരുടെയും ഹെയറിൻ്റെ തിക്നെസ്സിനെയും ലെങ്ത്തിനെയും ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എൻ്റെ ഹെയറിന് ലെങ്ത്ത് കൂടിയോണ്ട് ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1 എണ്ണം എടുത്താലും മതി. പാക്ക് റെഡിയാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഹെയറിൽ എണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ്സ് ആണ് എണ്ണ തേച്ചിട്ട് ഞാൻ ഇതുപോലെ വെച്ചിട്ടുള്ളത് കേട്ടോ. 10 മിനിറ്റ്സിന് ശേഷമാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മുടി 2 ഭാഗത്തേക്ക് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തെടുത്തിട്ട് ഓരോ ഭാഗത്തേക്ക് നമ്മൾ എണ്ണ എങ്ങനെയാണോ തേച്ചത് അതുപോലെ തന്നെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ വകഞ്ഞെടുത്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ടിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ പുറകിലും ഇതുപോലെ വകഞ്ഞിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഹെയറിൽ ഇങ്ങനെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഹെയറിൻ്റെ തുമ്പിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഹെയറിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ചെറിയൊരു മസാജും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തേക്കും സ്കാൽപ്പിലേക്കൊക്കെ എത്തിക്കോളും. ഇനി ഹെയർ ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഷാമ്പൂ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കേടിൻ്റെ സ്മെല്ല് വരുമെന്ന് പേടിച്ച് നമ്മൾ ഷാമ്പൂ ഇടേണ്ട കാര്യമില്ല. കേടിൻ്റെ സ്മെല്ലൊന്നും നമുക്ക് ഹെയറിൽ വരുന്നതായിരിക്കില്ല. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഏതെങ്കിലും മൈൽഡ് ഷാമ്പൂ ഇട്ടിട്ടോ പയർപ്പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും താളിയൊക്കെ യൂസ് ചെയ്തിട്ട് ഓർഗാനിക് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഹണി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ്ങും കൊടുക്കുന്നുണ്ട്. വീക്ക്ലി വൺസ് നമ്മൾ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ ഹെയറിന് നല്ല മാറ്റം കാണാൻ സാധിക്കും. ഒരു പ്രാവശ്യം
പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്തിട്ട് ഹെയറിൽ മാറ്റം കാണുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു കാര്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് അതും നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ എന്തായാലും ടൈം എടുത്തിട്ടാണ് നമുക്ക് അതിന് റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഓൾറെഡി ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയറിനെ നമ്മൾ മാറ്റി കളയണം. സ്പ്ലിറ്റ് എൻഡ്സിനെല്ലാം കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ എങ്ങനെയാണ് സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ചെയ്യുന്നതിന് കാണിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.